എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓർക്കാനും പറയാനും ഒക്കെ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും ഉണ്ടാകും അല്ലേ. അതുപോലെ ഓണസദ്യ, പൂക്കളം, ആഘോഷം, കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ, ഇതെല്ലാം ഓണത്തിന് ഭയങ്കര സ്പെഷ്യലാക്കും. തിരുവിതാംകൂർ രാജകുടുംബത്തിനും ഓണത്തിന് അതിൻ്റെതായ പ്രത്യേകതകളും രീതികളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ആ വിശേഷങ്ങളും കാഴ്ചകളുമാണ് കാണാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ചരിത്ര പ്രസിദ്ധമായ കവടിയാർ പാലസിലാണ്. ഇവിടുത്തെ ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളും കാണാം. വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യവർമ്മയാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ എങ്ങനെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? ഓണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ പോലെ ഒരു ഓണം തന്നെയാണ്. പിന്നെ നമ്മൾ പതിവായിട്ട് ഈ കാണിക്കാർ വരികയും അവിടെ നിന്ന് അവർ ആദിവാസികൾ അവരുടെ ഈ കൈകൊണ്ട് വരുന്ന സാധനങ്ങളിൽ ഈ ബാസ്ക്കറ്റുകളിൽ പല വിധമായ വെജിറ്റബിൾസ് എന്ന് പറയാൻ ഒക്കില്ല, നമുക്ക് അതിൻ്റെ പേര് തന്നെ അറിഞ്ഞൂടാ. അറിയാമെന്നുള്ളത് തേൻ കൊണ്ടുവരും. പിന്നെ ഈ കുമ്പളങ്ങ പോലത്തെ വലിയ സാധനങ്ങൾ, പിന്നെ വെള്ളരിക്ക, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവരും. അവർ ഗേറ്റിൻ്റെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് പാട്ടും പാടി നടന്നു വരും. ഇവിടെ നിന്നിരുന്ന് വല്യമ്മയ്ക്കും അമ്മയ്ക്കും കൊടുക്കുകയും എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ പങ്കുകൊള്ളും. ഇത്രയും വർഷമായിട്ടുള്ള ഒരു പാരമ്പര്യമാണല്ലോ അത്. അപ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസം, അതായത് പണ്ട് കാലങ്ങളിൽ ചെറുപ്പത്തിലെ സാറ് കണ്ടിട്ടുള്ളതും ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് നാൾ അവർ വരാതായി, കുറച്ച് നാൾ കണ്ടില്ല, എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കും. പിന്നെ ഈ അടുത്ത ഒരു 8 വർഷമായിട്ടാണ് അല്ലെങ്കിൽ 10 വർഷമായിട്ടാണ് സ്ഥിരമായിട്ട് വരുന്നത്. ഞാനും ഇടയ്ക്ക് അവരുടെ സെറ്റിൽമെൻറ്റിൽ പോയി ഓണത്തിൻ്റെ അരിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധം അവരുമായിട്ടുണ്ട്. അവർ പണ്ട് പറയുന്ന ഈ അഗസ്ത്യമലയല്ലേ, അവരെ അവിടെ കാവൽ, പഴയ മഹാരാജാക്കന്മാർ അവരെ കാവലിരുത്തിയിരിക്കുകയായിരുന്നു. ഒന്ന് മല കടന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കാൻ. ഒരു പട്ടാളം പോലെയാണ് അവര്. മനസ്സിലായി. അതുപോലെ പലർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് കൊട്ടാരത്തിലെ ഓണവും പുറത്തുള്ള ഓണവും തമ്മിൽ സാറിന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? കൊട്ടാരത്തിലെ വായുവും പുറത്തുള്ള വായുവും ഒന്ന് തന്നെയാണ്, അങ്ങനെ വ്യത്യാസമായിട്ടൊന്നുമില്ല. സാധാരണ ഓണം തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പോഴും വ്യത്യാസം എന്ന് പറയാൻ, നമ്മൾ തറയിലിരുന്നാണ് ഊണ് കഴിക്കുന്നത്, ഇലയിട്ട്. ഇപ്പോൾ പലരും തറയിലിരിക്കാൻ പ്രയാസം കാണും. ഇലയിട്ടാലും മേശപ്പുറത്ത് ഇലയിടും. പക്ഷെ ഓണത്തിന് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ മസ്റ്റായിട്ട് തറയിൽ ചമ്പളം പൊട്ടിയിരുന്ന് ഊണ് കഴിക്കും, അമ്പലത്തിൽ പോവും, പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഊണ് കഴിക്കുക. അതാണ് ചെറുപ്പത്തിൽ ഈ ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളൊരു ഓണം മെമ്മറി എന്തായിരിക്കും? കുട്ടിക്കാലത്തുള്ള മെമ്മറികളാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള. ഈ സ്ഥലത്ത് നിന്നാണ് പണ്ട് മഹാരാജാവ് ചിത്രനാഥ തിരുമേസം ഉണ്ടായിരുന്നപ്പോൾ ഓണക്കോടി അദ്ദേഹം ഇവിടെ നിന്ന്, ഈ പോർട്ടിക്കോ ഉണ്ട്, ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്, അകത്തെ റൂമിൽ നിന്ന്. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ അന്ന് കുറേ പേര് വരും എടുത്തിട്ട്. ഞങ്ങൾ കുട്ടികളാണ്, അപ്പോൾ ഞങ്ങളിവിടെ ഓരോരുത്തർ പട്ടം ഉണ്ടല്ലോ, ഇപ്പോഴൊക്കെ മൊബൈലിലാണ് ഈ പട്ടം പറഞ്ഞതില്ല, അന്ന് റിയൽ പട്ടം ഇവിടെ നിന്ന് ഒരുപാട് പറത്തിയിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാലാടുക, അതൊക്കെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് കുറച്ചുകൂടി വലിയ ഷൗട്ട് ഔട്ടുള്ള വലിയ സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നിരിക്കില്ലേ? ഇപ്പോഴത്തെ ഈ ആൾക്കാർ വരുന്നത് മാത്രമല്ല, അല്ലാതെ സെലിബ്രേഷനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓണത്തിന് സദ്യ കഴിക്കുക. പിന്നെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. പിന്നെ വല്യച്ഛൻ്റെ പിറന്നാൾ ചതയത്തിനാണ്. പിന്നെ അങ്ങനെ ഓണം അടുപ്പിച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു 3-4 പേരുടെ ബർത്ത്ഡേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു. അത് കുറച്ചുകൂടെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കണക്ട് ഉള്ളത് ആരോടെ? ഇപ്പം അപ്പൂപ്പനെ മെൻഷൻ ചെയ്തു, വല്യച്ഛനെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വല്യച്ഛനാണ്. അപ്പൂപ്പൻ ഈ പൂഞ്ഞാറായിരുന്നു, അദ്ദേഹം ഇപ്പോഴില്ല. വല്യച്ഛന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ഉള്ളത് വല്യച്ഛനുമായിട്ടാണ്. ഇപ്പോഴും ലിവിങ് മെമ്പറായിട്ട് വല്യച്ഛനാണ്. ഈ കൊട്ടാരത്തിലെ പുതിയ തലമുറയുടെ ഓണം, അതായത് ജെൻസി ഉണ്ടാവുമോ? കൊട്ടാരത്തിലെ ജെൻസി ഉണ്ടാകണം ഉദ്ദേശിക്കുന്ന ഏത് വർഷം കഴിഞ്ഞ് ജനിച്ചവരാ? 2000. എൻ്റെ കുട്ടികൾ 2004. അപ്പോൾ അവരുടെ ഓണം വ്യത്യസ്തമാണ്. അവർക്ക് പിന്നെ അമ്പലത്തിൽ വരിക, പായസം കഴിക്കുക, പിന്നെ ഓണക്കോടി കൊടുത്താൽ ഓണക്കോടി ഇടുക. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഔട്ട്ഡോർ ഗെയിംസ് കുറവാണല്ലോ. അതൊക്കെ നമ്മളൊക്കെയാണ് വെയിൽ ചെരുപ്പില്ലാതെ, ഇപ്പം എത്ര പേർക്ക് ചെരുപ്പില്ലാതെ ഓടാക്കും. അത് അവരുടെ ഓണം. പിന്നെ സമയം, പഠിത്തം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് സമയം കുറവാണ്. എന്നാലും അവർ ഇപ്പോൾ ജെൻസിന്ന് നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അവരും നമ്മുടെ കൂടെ. അല്ല, അവരുടെ കൺസെപ്റ്റും നമ്മുടെ കൺസെപ്റ്റും വ്യത്യാസം, കുറച്ചൊക്കെ വ്യത്യാസം കാണും. പക്ഷെ എന്നാലും ഓണമാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ്.
അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ പാരമ്പര്യം കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയില്ല, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? അതായത് ഒരു റോയൽ ഫാമിലി മെമ്പർ എന്ന നിലയിൽ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? പണ്ട് മൊബൈൽ ഫോണില്ലായിരുന്നു. ഇപ്പോഴ് ഈ മുറിയിൽ നിന്ന് അടുത്ത മുറി വിളിക്കണമെങ്കിൽ മൊബൈൽ വിളിച്ചാൽ മതി. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് വലിയമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ കോളിംഗ് ബെല്ലായിരുന്നു. കോളിംഗ് ബെല്ല് വിളിക്കുമ്പോൾ ആൾ വരും. പിന്നെ കോളിംഗ് ബെല്ലിൽ വേറെ, പിന്നെ അത് കഴിഞ്ഞ് വാക്കി ടോക്കി, പിന്നെ ഇൻ്റർകോം വന്നു, പിന്നെയാണ് മൊബൈൽ വന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് TV ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും കുട്ടികൾ കരയാണെങ്കിൽ മൊബൈലല്ലേ കൊടുക്കുന്നത്. ആഹാരം കഴിക്കുമ്പോൾ ടാബ്, TV. നമ്മുടെ കാലത്ത് അമ്മൂമ്മമാരൊക്കെ കഥ പറഞ്ഞ് അപ്പോൾ ഒരു എന്താണ്, നമ്മൾ ആ പാരമ്പര്യം കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെ ഒരു ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്രീ ആണ്. അങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ഇഷ്ടം, നല്ല ഇഷ്ടങ്ങളൊക്കെ നമ്മൾ. ഇപ്പോൾ ഇതുപോലെ തന്നെ പലരും പറയാറുണ്ട് റോയൽ ഫാമിലിയാണ്, കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കുമല്ലോ എന്നിങ്ങനെ പറയാറില്ലേ? അപ്പം അങ്ങനെ പല കാര്യങ്ങളും പൊതുവെ, അപ്പം അങ്ങനെ പേഴ്സണലി വിഷമം തോന്നിയതോ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? വിഷമം തോന്നിയ ഈ ചാനലുകളിൽ നമ്മളെ പറ്റി അറിയാൻ വയ്യാതെ അഭിപ്രായം പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. സത്യം അറിയാതെ പറയുന്നത്, ഒരു സൈഡ് മാത്രം കേട്ടിട്ട് പറയുന്ന പല കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. അത് പൊതുവേ ഉള്ളൊരു ചിന്താഗതി. അപ്പോൾ ഞങ്ങളുടെ കാര്യം മാത്രമല്ല, പലരുടെ, ഞാൻ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ രണ്ട് സൈഡും കേട്ടിട്ട് വേണം പറയാൻ. ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ ഒരു അമ്പലത്തിനെ പറ്റി ഒരു റിപ്പോർട്ട് ഇറങ്ങി, അറിയാമല്ലോ. ഒരുപാട് വലിയ എല്ലാ മാധ്യമങ്ങളിലും വളരെ ഒരുപാട് അത് എന്താണ് പോപ്പുലറായതാണ്. ഈ അമ്പലത്തിൽ നിന്ന് എന്തോ സ്വർണ്ണത്തിൻ്റെ കുറ്റി കാണാനില്ല എന്നൊക്കെ. പക്ഷേ ഏതൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു അമ്പലത്തിലെ പോലീസുണ്ട്, അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യില്ല. അമ്പലത്തിൽ ചെയർമാനുണ്ട്, സിറ്റിംഗ് ജഡ്ജാണ്, അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്താണ് ആ റിപ്പോർട്ട് വെളിയിൽ വന്നത്. അതെങ്ങനെ ലീക്ക് ചെയ്തു എന്നറിയില്ല. പക്ഷേ എന്താ, ഞങ്ങളെല്ലാവരും പേഴ്സണൽ വെരിഫിക്കേഷൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ആ റിപ്പോർട്ട് വന്നതിൻ്റെ മോശം ആർക്കാണ്? ഒന്ന് നമ്മുടെ നാട്ടിൻ്റെ അമ്പലം സുരക്ഷിക്കുന്ന, ഉറക്കവും ഊണും ഇല്ലാതെ സുരക്ഷിക്കുന്ന അവിടുത്തെ പോലീസും, പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ് ഞങ്ങളും, ഇൻക്ലൂഡിങ് ദി ചെയർമാൻ. അപ്പോൾ ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു അഭിപ്രായം പറയുന്നതാണ് നല്ലത്, എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പം നമുക്ക് ഈ പ്രോട്ടോകോൾസ്, അതായത് യാതൊരുവിധ പ്രോട്ടോകോൾസും ഇല്ലാതെ ഒരു ദിവസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാറിന് എവിടെ പോകാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിരിക്കും താല്പര്യം? അതായത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ മലയാളികളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത്. മലയാളി എവിടെയുണ്ട് അവിടേക്ക് അറിയും. പ്രോട്ടോകോൾസ് കൂടുതലും ഞാൻ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഹിമാലയൻ യാത്ര ഇതൊക്കെയാണ് താല്പര്യമുള്ളത്. ഈ ഇടയ്ക്കും പോയിട്ട് വന്നു ഒരു ഹിമാലയൻ യാത്ര. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ്? ഇത് എനിക്കൊന്ന് 1916 നമ്മൾ ആദ്യം നിന്ന ആ ഭാഗം, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 1916 അന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഇത് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ആണ് അമ്മുമ്മയുടെ വിവാഹ സമയത്ത് മറ്റാണ് ഇപ്പോഴത്തെ കാണുന്ന രീതിയിലായിട്ട് പുതുക്കി പറഞ്ഞത്. 1929-30s. നമ്മുടെ ഗാന്ധിജി വന്നപ്പോഴും ഇവിടെയാണ് വന്നിരുന്ന്, ഇവിടെ നിലത്തിരുന്ന് കാർപ്പറ്റിലിരുന്ന് 1.5-2-3 മണിക്കൂർ സംസാരിച്ച്. അന്ന് ചിത്രനാൾ മഹാരാജാവ് ആയിട്ടില്ല, ആവുന്നതിന് മുമ്പെയാണ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ, ഈ പാലസിൽ 150-ലധികം മുറികളുണ്ട് എന്ന് പറയുന്നത് ശരിക്കും എത്ര മുറികളുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ എണ്ണിയിട്ടില്ല, 100 അടുപ്പിച്ച് കാണും. ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നോക്കിയതാണ്. അപ്പോൾ 150-ലധികം എന്ന് കണ്ടു. എനിക്ക് 150 വരില്ലെന്ന് തോന്നുന്നു. ഈ ചെറിയ മുറിയും വരാന്തേശം എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഇറ്റ് മേ കം അപ് ടു 110 or 120 മാക്സിമം. മനസ്സിലായി. ഇത് റെനോവേറ്റ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി റെനോവേഷൻ. ഈ കഴിഞ്ഞ 3-4 വർഷത്തെ മഴകൾ വളരെ ശക്തമായിരുന്നു. ഈ ഓക്കി അങ്ങനത്തെ ഒരുപാട് ഈ ഡിസാസ്റ്റേഴ്സ് നമ്മുടെ കെട്ടിടത്തിനെ ഒരുപാട് ബാധിച്ചു. പ്രായത്തിന്റെ പഴക്കം കൊണ്ടാണ്. ഇത് സിമെന്റ് അല്ല, സുർക്കിയാണ് മുഴുവൻ. സിമെന്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. വെസ്റ്റേൺ ആർക്കിടെക്ചർ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടല്ലോ, മിക്സ്ഡ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് വെസ്റ്റേൺ ആണോ അതോ നമ്മുടെ കേരള ട്രഡീഷൻ? 4 കെട്ടുണ്ട്, പക്ഷേ ടവേഴ്സ് ഒക്കെ കുറച്ച് വെസ്റ്റേൺ അല്ലേ. ഈ ഓട് ഇതൊക്കെ കേരള ആർക്കിടെക്ചർ ആണ്.
അകത്ത് ഈ ഗാന്ധിജി ഇരുന്ന മുറി. വന്നോളൂ പിന്നെന്താ, വരൂ. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വിസിറ്റേഴ്സ് റൂം. ഇതുവഴിയാണ് ഇവിടെ വന്നിരിക്കുന്ന മഹാന്മാരെല്ലാം നമ്മൾ ഉൾപ്പെടെ വന്നിട്ടുള്ളത്. ഇതാണ് കുളച്ചൽ യുദ്ധത്തിൽ ഉപയോഗിച്ചത്. കുളച്ചൽ യുദ്ധം ഏത് വർഷമായിരുന്നു അറിയാമല്ലോ? 1741. ഡിലനോയ് വാൻക്ലീഫ് അവരെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തോൽപ്പിച്ച്, അന്ന് ഒരു വിദേശ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ നാട്ടുരാജ്യമായിരുന്നു ട്രാവൻകൂർ. അതെ, ഇത് വെച്ചാണ്, ഈ ആയുധങ്ങൾ വെച്ചാണ് യുദ്ധം ചെയ്തത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാം ഒരു 80 വർഷത്തിൽ കൂടുതലാണ് നമ്മൾ ഒഴിച്ച്. ഈ മുറിയിലെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിജി ഇരുന്ന കാർപ്പറ്റാണിത്. ഈ കാർപ്പറ്റ് ഏകദേശം ഇവിടെ തന്നെയായിരുന്നു. 29, 30 ഒക്കെ ആയിരിക്കും. ഇവിടെ ഇരുന്ന് അദ്ദേഹം എനിക്കൊന്നൊരു 3 മണിക്കൂർ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് മഹാരാജാവായിട്ടില്ല നമ്മുടെ ചിത്തിര നാളെ. അപ്പോൾ അദ്ദേഹം 1931 മഹാരാജാവ് വന്നു. എനിക്കൊന്ന് അപ്പോഴ് ചോദിച്ചു എന്നാണ് പറഞ്ഞത്, മഹാരാജാവുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ റിഫോംസ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അമ്പലം, ടെമ്പിൾ എൻട്രി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, ഈ പണ്ട് അവർണർ സവർണറൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് മാറ്റി. അങ്ങനെയാണ് 1936 നമ്മുടെ പ്രൊക്ലമേഷൻ നടന്നത്, November 12. അതോട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. പഴയകാലത്ത് ജവഹർലാൽ നെഹ്റു, പിന്നെ രാജേന്ദ്ര പ്രസാദ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യാസ് വന്നിട്ടുണ്ട്. പഴയകാലത്ത് എല്ലാ വലിയ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും കുറേ പേരും വന്നിട്ടുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ഒരാളുടെ പേര് വിട്ടുപോയാൽ അടുത്തേക്ക് വിഷമം വരും. ഒരു സംശയം കൂടി, അതായത് പുറത്തുനിന്നുള്ളവർക്ക് കൊട്ടാരത്തിനെ കുറിച്ച് ഉണ്ടാവാവുന്നൊരു മിസ്കൺസെപ്ഷൻ എന്താണ്? അത് കേട്ടാ പറയാം. കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിലുള്ളവർക്ക് ചില ഈ തമാശകൾ, ഈ എന്താണ് കമന്റ്സ് ഒക്കെ അധികം നോക്കാറില്ല. അതായത് എന്താ തിരുവിതാംകൂർ രാജാവിന് എന്തോ കൊമ്പുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ടോ? അപ്പോഴതില് പിന്നെ കൊട്ടാരത്തിലുള്ളവർക്ക് എന്താ സാധാരണ സംസാരിക്കില്ല, അവർക്ക് എന്താ ജാടയാണെന്നൊക്കെയാണ് പലരും കമന്റ് ഇടുന്നത്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സ് പോലെ ഓരോരുത്തർ എഴുതുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ പലതും കേൾക്കാറുണ്ടാവുമല്ലോ. ഇപ്പം ഒരു വീഡിയോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ്സും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ വലിയൊരെണ്ണം എന്താണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്, ഈ എഴുതുന്നവർക്ക് അറിയാം അങ്ങനെ ഇല്ലെന്ന്. പിന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവർക്ക് എഴുതാനൊരു രസം മനസ്സിലായി. ശരിക്കും ഗോ ടു ഉദയ്പൂർ, ജയ്പൂർ, ജോധ്പൂർ, അവിടത്തേക്ക് പാലസസ് ഇതിനെക്കാട്ടി 5-6 ഇരട്ടി വലുതും. അവിടെയൊക്കെ ശരിക്കും ഇപ്പോൾ ആൾക്കാർ എനിക്കൊന്ന് മേവാറാണെന്ന് തോന്നുന്നു, ഉദയ്പൂർ. അദ്ദേഹം ഇപ്പോഴും മാസത്തിൽ ഏതോ ടെമ്പിൾ ഫെസ്റ്റിവലിൽ കുതിരപ്പുറത്താണ് പോകുന്നത്, രഥത്തിലാണ് പോകുന്നത്. നമുക്കതൊക്കെ കാണുമ്പോഴത്തേക്കും ചെറിയ ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ടോ? ഇവിടെ ഈ ട്രാഫിക്കോട് രഥത്തിൽ പോകുന്ന പാടായിരിക്കും. കുതിരപ്പുറത്ത് വേണമെങ്കിൽ നോക്കാം, എക്കോ ഫ്രണ്ട്ലിയും കൂടെ ആണല്ലോ. ഇനി അടുത്തത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ കുറച്ച് ഞാൻ പറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുകയാണ്. ഇപ്പൊ ഒരു അകത്തളമുണ്ട്, ഈ 4 കെട്ട് പോലെയുള്ള, അത് അതും കൂടെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. തുറക്കട്ടെ. അതെ, 3 നിലയാണ്. ഇതുപോലത്തെ ഒരു 4 കെട്ട് അപ്പുറത്തുമുണ്ട്. 8 കെട്ടായിട്ടാണ് വരുന്നത്. ഇവിടെ ആരൊക്കെയാണ് ഇപ്പൊ താമസിക്കുന്നത്? ഇപ്പോൾ വല്യച്ഛൻ, വല്യമ്മ, അമ്മ, ഞാൻ, വൈഫ്, 2 കുട്ടികൾ. കുട്ടികളും ഇവിടെ ഉണ്ട്. ഈ ഇത് ജ്വല്ലറി, പിന്നെ ഇതൊക്കെ ഷാർജയിലെ അമ്മ പോയപ്പോൾ കിട്ടിയ ഇത് തന്നെ. ഓ, അത് തന്നെ. മിനിയേച്ചറാ ഷാർജയുടെ. അവളുടെ റോയൽ ഫാമിലി ഗിഫ്റ്റ് കൊടുക്കുന്നതാണെന്ന് ഞാൻ അറിഞ്ഞത്. അതാ നൈഫ് ഇതിൻ്റെ അകത്ത് വെക്കുന്ന കൃപ്പാണ് പലതുണ്ട്.
ഇതും അതെ സെയിമാണ്. അത് ജ്വല്ലറി ആയിരിക്കും അല്ലേ? ഇതെല്ലാം ജ്വല്ലറി. ഇത് രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം സ്ക്രീൻ വല്യമ്മ ജയിച്ചാന്നാണ് അറിഞ്ഞിട്ടുള്ളത്. രുദ്രാക്ഷം ഈ പ്രയർ വീലൊക്കെ ഇല്ലേ, പറഞ്ഞ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അപ്പൊ ഈ രുദ്രാക്ഷം വെച്ച് ചെയ്തതിന് എന്തെങ്കിലും ഒരു ഐഡിയ കാണുമല്ലോ. അപ്പൊ അത് ഇത് എവിടെന്തെങ്കിലും വരുത്തിച്ച് ചെയ്തത് നേപ്പാളിൽ നിന്നായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. നേപ്പാളില് കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ സസ്പിഷ്യസ് ആയിട്ടൊക്കെ തുടരുന്നുണ്ട് അല്ലേ? ഇത് പെയിന്റ് ഇല്ലാത്തൊരു പെയിന്റിംഗ് ആണ്. ഒറിജിനൽ കളേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുക. അതായത് കളേഴ്സ് വെനിസാണ്. മീഡിയം ഏതാണെന്ന് അറിയില്ല. മീഡിയം കണ്ടുപിടിക്കാമെങ്കിൽ സ്റ്റോൺസ് ആണ്. സ്റ്റോൺ ആണോ ആയിരിക്കണം. ഒരുപാട് പെയിന്റിങ്സ് എന്തായാലും ഉണ്ടല്ലോ. ഇതെല്ലാം ഇങ്ങനെ പാടാണ്. പെയിന്റിങ്സ് ഒക്കെ നീ കെട്ടണം ഇങ്ങനെ പൊടിഞ്ഞു ഈ കുമ്മായ കെട്ടാകുമ്പോഴേ ഇവ പൊടിഞ്ഞു പോകും. അപ്പൊ പിന്നെ അതിനെ തിരിച്ച് കുമ്മായം കൊണ്ട് റീപ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവിടെ സിമെന്റ് ആക്കും. ഇത് ലിഫ്റ്റ് അല്ലേ? ഇത് ലിഫ്റ്റ് ആണ്, പക്ഷെ വർക്ക് ചെയ്തില്ല. ഇല്ല, ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ലിഫ്റ്റ് ഇതാണ് അല്ലെ? കേരളത്തിലോ ഇന്ത്യയിലോ? കേരളത്തിലല്ല, തിരുവിതാംകൂർ എന്ന് പറയാം. കാരണം അനങ്ങില്ല. ഇതെല്ലാം വുഡാണ്. എല്ലാം വുഡാണ്. സ്റ്റിഗ്ലർ ഇറ്റലി എന്നുള്ള മിലാൻ. ഇതും തടിയാണ്. ഇതിപ്പോ റിപ്പയർ ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്. സാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ അമ്മുമ്മ 2008 വരെ മുമ്പേ ഞാൻ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമുക്ക് പടി കയറാൻ പ്രയാസമാണ്. താഴെ ഇറങ്ങും, പടി ഇറങ്ങും, പക്ഷെ കയറാൻ ബുദ്ധിമുട്ട്. തമ്പുരാനെ പറ്റി കാറ് ഭയങ്കര വേഗതയിൽ ഓടിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 45 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് നാഗർകോവിൽ വണ്ടി എത്തിയിട്ടുണ്ടെന്ന്. അന്ന് എനിക്കൊന്ന് ആദ്യം സിമെന്റ് റോഡ് ഉണ്ടാക്കിയ കാലത്താന്ന് തോന്നുന്നു. പിന്നെ കേട്ടിട്ടുള്ളത് പണ്ട് മണ്ണ് റോഡായിരുന്നല്ലോ. വെള്ളയമ്പലത്തു നിന്ന് വണ്ടി തിരിഞ്ഞ് ഈ പൊടി ഉണ്ടല്ലോ, അപ്പൊ പൊടി സെറ്റിൽ ചെയ്യുന്ന കാറ് ഇതൊക്കെ പലയിടത്തുനിന്നായിരിക്കും. ശ്രീബുദ്ധനാന്നാണ് തോന്നുന്നത്. അത് അല്ലേ? അതെയാണ്. അതുപോലെ ഈ യൂണിറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കാര്യം ഇതിലെ സ്റ്റോൺസ് കണ്ടില്ല. അതൊക്കെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ് അല്ലേ? ഇതൊക്കെ പുതിയതാ. ഇതെല്ലാം പുതിയതാ. ഇതൊന്നും പഴയതില്ല. ഈവൻ ഇതും പുതിയതാ. ഇതും വാളും പുതിയതാ. ക്ലോക്ക് പഴയതാ. അറൗണ്ട് 80 years വർക്ക് ചെയ്യുന്നുണ്ട്. ഇതും വർക്ക് ചെയ്യുന്ന ക്ലോക്ക് ഇപ്പം നിന്നുപോയി. ഇന്നലെ രാത്രി നിന്നാ. ഒരാഴ്ച ഓടും. ഒരാഴ്ച നമ്മൾ ഫുള്ള് വൈൻഡ് ചെയ്താൽ ഒരാഴ്ച ഓടും. നല്ല സൗണ്ടാണ്. വളരെ ബിഗ് ബെൻ സൗണ്ടാണ്. പതിനൊന്ന് മണിയാകുമ്പോൾ വൈൻഡ് ചെയ്താൽ മതി. ഇതെവിടെ നിന്നാണ്? ഫ്രഞ്ച് ആണെന്ന് തോന്നുന്നു. ഇനി 11 മണിക്ക് വൈൻഡ് ചെയ്താൽ മതി. എനിക്ക് ഇത്രയും കറക്കണ്ടേ. കൂടുതലായില്ല. ഈ ലൈറ്റ് യൂണിറ്റോ? ഇതും എല്ലാം പഴയതാ. ഇത് മാർബിൾ ഡ്രില്ല് ചെയ്തിട്ട്. ഈ പടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഹിയർ കംസ് പപ്പ. രവിവർമ്മയുടെ അദ്ദേഹത്തിന്റെ മകളാണിത്. മഹാപ്രഭ എന്നാണ് ലേഡിയുടെ പേര്. ഇത് അമേരിക്കയിലെ എക്സിബിഷന് പോയിട്ട്
ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് തിരിച്ചു വന്നു. എനിക്ക് 1899 അതോ 1900s തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം ഈ പട്ടി ആഡ് ചെയ്തത്. ഇവിടുത്തെ ഒരു പട്ടിയുടെ ചായയല്ല. 1893. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? 893. അതെ, 1893. ആറാട്ടിന് എയർപോർട്ട് അടച്ചിടുന്ന ഒരു രീതി ഉണ്ടല്ലോ നമുക്ക്, അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ആറാട്ട് ഉള്ള സമയത്ത് എയർപോർട്ട് ഇല്ലായിരുന്നു. മനസ്സിലായി. എയർപോർട്ട് രണ്ടാമത് വന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉടമ്പടി കരാറുണ്ടെന്ന ഉണ്ട്. എയർപോർട്ട് നമ്മുടെ അമ്പലം ശ്രീ പത്മനാഭസ്വാമി അമ്പലം എത്ര നാൾ ഉണ്ട് അത്രയും നാൾ എയർപോർട്ട് വർഷത്തിൽ 2 പ്രാവശ്യം അടച്ചിടും, 6 മണിക്കൂർ വെച്ച് വൈകിട്ട്. അതിപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. എനിക്ക് തോന്നുന്നു ഒരിക്കലും തമാശയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ വന്നു ഇപ്പോഴില്ല, 10-20 വർഷം മുമ്പെയാണെന്ന് തോന്നുന്നു. എയർപോർട്ട് അവർ പറഞ്ഞു വൈകിട്ട് നേരത്തെ അടയ്ക്കണം, എന്താ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വരും, അപ്പോൾ 8:15 മുമ്പ് എയർപോർട്ട് ക്ലിയർ ചെയ്യണം, 9 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം. സാധാരണ അങ്ങനെ പറയാറില്ല. നമ്മളെന്തായാലും 7:45-8 മണിക്ക് മുമ്പ് തിരിക്കും ശംഖുമുഖത്ത് നിന്ന്. അപ്പോൾ അന്ന് എന്ത് പറ്റി, എയർപോർട്ടിൻ്റെ റൺവേ കയറിയപ്പോൾ ആന വരണ്ടു. ആന വരണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്നപ്പോൾ ആന നല്ല സ്പീഡിൽ ഓടി നമ്മുടെ ഡൊമസ്റ്റിക് ടെമ്പിളിനകത്ത് പോയി ഇടിച്ച് കയറി അതിൻ്റെ അകത്ത് കിടന്ന് ഓടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ വെളിയിൽ പോയി. അപ്പോൾ ഇവർ ഇൻഫർമേഷൻ കൊടുത്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാക്കൂല, ആന കിടന്ന് ഓടുക. അങ്ങനെ അന്നത്തെ ഫ്ലൈറ്റ് 3 മണിക്കൂർ ലേറ്റായി. ആ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങാൻ പറ്റാതെ കൊളംബോയിലോ മറ്റോ പോയി ഇറങ്ങിയിട്ട് സാധനം 3:30. പിന്നെ അവർ പറഞ്ഞിട്ടില്ല സമയത്ത് ഇത്ര മണിക്കുമ്പോൾ ഇറങ്ങണം, ഇറങ്ങുമോ ചോദിക്കും. ലോകത്ത് തന്നെ അതൊരു അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. അല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഭഗവാന് പോകാൻ വേണ്ടി. അമ്പലമായിട്ടുള്ള ഒരു കണക്ട് എങ്ങനെയാണ് സാറിന്റെ? അമ്പലം പത്മനാഭദാസൻ. നമ്മളെ 1 വയസ്സ് പിറന്നാൾ കഴിയുമ്പോൾ നമ്മളെ അവിടെ അടിമ കിടത്തും ആൺകുട്ടികളെ. അവിടെ കിടത്തിയിട്ട് പൂജാരി അകത്തുനിന്ന് തല അനുഗ്രഹിക്കും. എന്നിട്ട് പത്മനാഭദാസൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നപ്പോഴേ 1 വയസ്സ് കഴിഞ്ഞ് എന്നെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യൽ പത്മനാഭദാസൻ തന്നെ. ഒറ്റക്കൽ മണ്ഡപം അറിഞ്ഞല്ലോ? ഒറ്റക്കൽ മണ്ഡപം അതിൻ്റെ ഒരു കഥയുണ്ട്. ഈ ഒറ്റക്കൽ മണ്ഡപം എനിക്ക് തോന്നുന്ന തിരുമലയെന്ന് ആണ് കല്ലെടുത്തതെന്നൊക്കെ ഐതിഹ്യമുണ്ട്. പിന്നെ ഈ കല്ല് മഹാരാജാവ് പറഞ്ഞു ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ വെക്കണം. അപ്പോൾ എത്രയോ പേര് തള്ളിയിട്ടും തള്ളി അവസാനം ഒരു കയറ്റം വന്നു. എനിക്ക് തോന്നുന്ന കരമന അവിടെ കയറ്റത്തിൽ വന്നപ്പോൾ ഇതെങ്ങനെ തള്ളി കയറ്റം കഥയാണ്. മഹാരാജാവും ആൾക്കാരും ആനകൾ കെട്ടിവലിച്ചിട്ട് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ചെറിയൊരു മുണ്ടൊക്കെ കൊടുത്ത് മഹാരാജാൻ ചോദിച്ചു എന്താ വിഷമിച്ചിരിക്കുന്നത്, ഇത് അമ്പലത്തിലോട്ട് കൊണ്ടുപോകണം. അദ്ദേഹം ചോദിച്ചാൽ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. ഈ ചിരിച്ചു. ഇത്രയും ആനയും ആൾക്കാരും വലിച്ചിട്ട് അനക്കാട്ടാണ് നിങ്ങൾ സഹായിക്കാൻ പോകുന്നത്, നോക്കിക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം ഒറ്റ കൈ കൊണ്ട് ആ കയറ്റം തള്ളി മാറ്റി വെച്ചിട്ട് മറഞ്ഞു എന്നാണ് കഥ പറയുന്നത്. അതുപോലെ അമ്പലത്തിലെ പില്ലേഴ്സിനും കഥകളുണ്ട്. 365 നമ്മുടെ ഒരു വർഷത്തിന്റെ അങ്ങനെ. പിന്നെ കുലശേഖര മണ്ഡപമുണ്ട്, 1000 മണ്ഡപമുണ്ട്, സപ്തസ്വരങ്ങളുടെ തൂണുകൾ അതിൻ്റെ അകത്ത് മ്യൂസിക്കൽ പില്ലേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗോപുരം തന്നെ നല്ലൊരു ആർക്കിടെക്ചറാണ്. ഞാൻ മുകളിൽ കയറിയിട്ടുണ്ട് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് എയർപോർട്ട് കടലെല്ലാം വൃത്തിയായിട്ടാണ് കേട്ടിട്ടുണ്ട്. അതുപോലെ കടലിന്റെ ശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇതൊക്കെ വെറുതെയാണ്. ഭഗവാന്റെ പുറവില് കടലാണ്. അതെ അതെ, ഇതൊക്കെ ചുമ്മാതാണ്. ഒരുപാട് കള്ളക്കഥകളുണ്ട്. ബി നിലവറയുടെ വെളിയിൽ പാമ്പുണ്ട്. സാധാരണ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ പുറവില് ശരിക്കും ഭഗവാന്റെ ഇടത്തെ മുട്ടും ഭിത്തിയും ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വിഗ്രഹം പ്രദക്ഷിണം വെക്കാൻ വെക്കൂല. ഇതുവരെ വന്നിട്ട് പിന്നെ തിരിച്ച് കറങ്ങിപ്പോകും. സാർ, അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 കേരളത്തിൻ്റെ എൻ്റെ എല്ലാവിധ ഓണാശംസകൾ. ശാന്തിയും സമാധാനവും ഉള്ള ഒരു ഓണം ആയിക്കോട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു.
ഈ ഓണമല്ല, ഇനി വരുന്ന എല്ലാ ഓണങ്ങളും, വരുന്ന കാലങ്ങളെല്ലാം നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടട്ടെ എന്ന് ഈശ്വരനോട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.